സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാഴക്കാമ്പ് വെച്ച് ഒരു ജ്യൂസ് ഉണ്ടാക്കാം. ഇത് ശരിക്കും ഒരു സംഭാരത്തിൻ്റെ ടേസ്റ്റാണ് ഉണ്ടാവുക. മോര് കൊണ്ടുണ്ടാക്കുന്ന സംഭാരം ആരും കുടിക്കാത്തവരായി ഉണ്ടാവില്ല. ഇനി പാനിലേക്ക് 2 നുള്ളി ജീരകമിട്ട് ഒന്ന് വറുത്തെടുക്കാം. ഇത് നല്ലതുപോലെ പൊട്ടുമ്പോൾ മാറ്റി വയ്ക്കണം. ഇനി കാമ്പ് ഇങ്ങനെ വട്ടത്തിലരിയണം. വട്ടത്തിലരിഞ്ഞ ശേഷം ഒന്നുകൂടി ചെറുതായി മുറിക്കണം. അതിന് ഇങ്ങനെ വട്ടത്തിൽ മുറിച്ച ശേഷം ഇതിൻ്റെ നൂല് മാറ്റിക്കളയണം. അത് വലിച്ചു കളയുകയും ചെയ്യാം, കയ്യിൽ ചുറ്റിയും എടുത്ത് കളയാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. നൂല് വലിച്ചു കളഞ്ഞില്ലെങ്കിൽ മിക്സിയുടെ ജാറിൻ്റെ ഉള്ളിൽ ചുറ്റിക്കൂടും. അപ്പോൾ നമുക്ക് കഴുകി വൃത്തിയാക്കാൻ കഷ്ടപ്പാടാകും. ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത കാമ്പ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ഒരുപാട് ഫൈബറാണ് ഉള്ളത്. കാമ്പ് കിഡ്നി സ്റ്റോണിനെ നശിപ്പിച്ച് കളയും എന്നാണ് പറയുന്നത്. ഇനി ഇതിലേക്ക് 1 കഷ്ണം ഇഞ്ചിയും 2-3 തണ്ട് കറിവേപ്പിലയും 2 കാന്താരിമുളകും ഇട്ട് ഈ കാമ്പിൻ്റെ കൂടെ അടിച്ചെടുക്കാം. കാന്താരിമുളക് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല. ചിലർക്ക് ചെറിയ എരിവ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടവുമാവില്ല. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കൂടെ 1/2 ഗ്ലാസ് വെള്ളമൊഴിച്ച ശേഷമാണ് അടിച്ചെടുക്കേണ്ടത്. ഈ വെള്ളത്തോടൊപ്പം തന്നെ തൈരും ഒഴിച്ച് അടിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ നേരത്തെ വറുത്ത് വെച്ച ജീരകം ഇടാൻ മറക്കരുത്. ഇത് നമ്മുടെ നാട്ടിൽ സുലഭമായി കിട്ടുന്നതും ചൂടുകാലത്ത് അടിച്ചു കുടിക്കാൻ പറ്റിയതുമായ ഒന്നാണ് വാഴക്കാമ്പ്. ഇതിൻ്റെ ഗുണത്തെപ്പറ്റി അറിയാത്തവർ ഇത് നശിപ്പിച്ച് കളയുകയാണ് പതിവ്. ഇതെല്ലാം ഒന്ന് നല്ലതുപോലെ അടിച്ച ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ്സോ 2 ഗ്ലാസ്സോ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
ഇങ്ങനെ മുറിച്ച് വെച്ച എല്ലാ കാമ്പും ജ്യൂസ് അടിച്ചെടുക്കാം. ഞാൻ 3/4 കപ്പ് തൈരാണ് എടുത്തത്. തൈര് ഇത് അടിച്ചെടുക്കുമ്പോൾ ഒഴിക്കണം എന്നില്ല. ഇതെല്ലാം അരിച്ച ശേഷം ഒഴിച്ച് ഒന്നുകൂടി അടിച്ചെടുത്താൽ മതി. ഇനി അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അരിച്ചെടുക്കണം. നിറയെ ഫൈബർ ആയതുകൊണ്ട് കുടിക്കാൻ അത്ര സുഖമുണ്ടാവില്ല. ഇനി അരിക്കാതെ കുടിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അവർക്ക് അരിക്കാതെയും കുടിക്കാം. കാമ്പ് കൊണ്ട് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാം. അതുപോലെ പല രീതിയിലും ജ്യൂസ് അടിക്കാം. ഞാൻ തന്നെ 2-3 തരത്തിലുള്ള ജ്യൂസിൻ്റെ വീഡിയോ എടുത്ത് ഇട്ടിട്ടുണ്ട്. കാമ്പ് വറവുണ്ടാക്കുമ്പോൾ മുഴുവനായി കഴിക്കാൻ പറ്റുന്നത് കൊണ്ട് ഫൈബർ മുഴുവനും നമ്മുടെ ശരീരത്തിൽ എത്തും. ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ശരിക്കും ഒരു മോരിൻ്റെ സംഭാരം പോലെ തന്നെയാണ് ഉള്ളത്. ഇത് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 നുള്ളി ഉപ്പിട്ട് കൊടുക്കാം. ഇനി വാഴക്കാമ്പ് വേസ്റ്റാക്കാതെ കഴിയുന്നതും ജ്യൂസ് അടിച്ച് കുടിക്കണം. അതിനുശേഷം ഇത് നശിപ്പിക്കാതെ ഇങ്ങനെ ഓരോന്നായി ഉണ്ടാക്കി ഉപയോഗിക്കുക. നിങ്ങളും ഒന്ന് മറക്കാതെ ഇതുണ്ടാക്കി കുടിക്കണം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.